Hi all. Last class we capital gains in the provisions discuss cheyanu. Over section le adinte problems discuss cheyan. First one, okay. How will you calculate the period of holding? Okay. So ee parayna moonu scenario ile period of holding compute cheyanam. First one endana shares held by company in liquidation. Okay. Shares liquidation. Okay. So എന്നോ liquidation, that means date of liquidation. Okay. Period after date of liquidation will not be considered. Okay. So that means liquidation കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് എന്താണ്, അതിനുശേഷം വരുന്ന ഡേറ്റ് നമുക്ക് എന്താണ്, പീരീഡ് ഓഫ് ഹോൾഡിങ്ങിന് ഷെയർസ് ഹെൽഡ് ബൈ കമ്പനി ഇൻ ലിക്വിഡേഷൻ എന്നാണ് സംഭവിക്കുന്നത് അതുവരെയുള്ളതാണ് നമ്മൾ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എടുക്കുന്നത്. അതിനുശേഷമുള്ള ഡേറ്റ് എന്തിനെടുക്കില്ല, പീരീഡ് ഓഫ് ഹോൾഡിംഗ് എടുക്കില്ല. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ, ബോണസ് ഷെയർസ്. സോ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എടുക്കുന്നത് എന്നാണോ ബോണസ് ഷെയർസ് അലോട്ട്മെൻറ്റ്. ഓക്കെ. ബോണസ് ഷെയർസ് അലോട്ട്മെൻറ്റ്. ഓക്കെ. അലോട്ട്മെൻറ്റ് ഡേറ്റ് അന്ന് തൊട്ട് എന്നാണോ ട്രാൻസ്ഫർ അതിന് മുമ്പുള്ള ദിവസം വരെയാണ് നമുക്ക് എന്തെടുക്കുന്നത്, ബോണസ് ഷെയർസിൻ്റെ കേസിൽ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എടുക്കുന്നത്. ഓക്കെ. ദെൻ തേർഡ് വൺ, ഫ്ലാറ്റ് ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സോ സൊസൈറ്റിയിൽ നമുക്ക് രണ്ട് രീതിയിൽ വരാം. അവിടെ ഒന്നുകിൽ എന്താണ്, ഷെയർസ് അവിടെ എന്തെങ്കിലും ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർസ് അലോട്ട് ചെയ്യുന്ന ഡേറ്റ് മുതലെടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് സെനാരിയോ തന്നെ റൈറ്റ്. ഓക്കെ. റൈറ്റ് ഒബ്ടൈൻഡ് മേ ബി ടേക്കൺ ആസ് the date of acquisition. Okay. So that means ഒന്നുകിൽ അവിടെ എന്തെങ്കിലും ഷെയർ ഹോൾഡ് ചെയ്ത് അലോട്ട് ചെയ്യുന്ന ഡേറ്റ് മുതൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്ലാറ്റ് പൊസഷൻ കിട്ടുന്ന അല്ലെങ്കിൽ ആ യൂസ് ചെയ്യാനായിട്ടുള്ള നമുക്ക് എൻജോയ്മെൻറ്റ് ഓഫ് ഇമ്മൂവൽ പ്രോപ്പർട്ടിനെ റൈറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്ന ആ ഒരു അക്വിസിഷൻ ഡേറ്റ് മുതൽ നമുക്ക് എന്താണ് പീരീഡ് ഓഫ് ഹോൾഡിങ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. സോ 3 സെനാരിയോ ആണ്. നോർമൽ സെനാരിയോയിൽ മൂന്ന് ഡിഫറെൻറ്റ് സെനാരിയോസ് ആണ്. നോർമൽ എന്നാണോ അക്വയർ ചെയ്യുന്നത്, ക്യാപിറ്റൽ അസറ്റ് അക്വയർ ചെയ്യുന്നത്, എന്നാണോ ട്രാൻസ്ഫർ നടക്കുന്നത്, അതിന് തൊട്ട് മുമ്പുള്ള ദിവസം വരെയാണ് എന്ത്, പീരീഡ് ഓഫ് ഹോൾഡിംഗ്. ഓക്കെ. 3 ഡിഫറെൻറ്റ് സ്പെഷ്യൽ കേസസിൽ 3 നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ഈസ് ദ ഓണർ ഓഫ് എ കാർ. ഓൺ 1/4/2019 he starts a business of purchase and sale of motor cars. He treats the above car as part of his stock in trade. In his new business he sells the same on 31/3/2020 and gets a profit of 1 lakh. Okay. Discuss the tax implication in the hands under the head capital gain. Okay. So ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റ്, അത് നമുക്ക് എന്ത് പറയാം, ഒരു പേഴ്സണൽ എഫക്റ്റ് ഓഫ് മൂവബിൾ നേച്ചർ. ഓക്കെ. പേഴ്സണൽ എഫക്ട്സ് ഓഫ് മൂവബിൾ നേച്ചർ ഇവിടെ എന്താണ്, കാറാണ്. സോ അത് എവിടോട്ട് കൊണ്ടുവന്നു, 1/4/2000. ദാറ്റ് മീൻസ് നമ്മുടെ പ്രീവിയസ് ഇയറിൽ എന്തായിട്ട് കൊണ്ടുവന്നു, സ്റ്റോക്ക് ഇൻ ട്രേഡ്, ബിസിനസ്സിൻ്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കൊണ്ടുവന്നു. ഓക്കെ. സോ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. സോ ഒരു ക്യാപിറ്റൽ അസറ്റ് ബിസിനസ്സിൻ്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കൊണ്ടുവന്നാൽ സെക്ഷൻ 45 സബ്സെക്ഷൻ 2 പ്രകാരം എന്താണ്, ട്രാൻസ്ഫർ ആണ്. ഓക്കെ. സോ അതിനകത്ത് ഡെഫിനിഷൻ എടുത്തുകൊണ്ട് ഒരു ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. ഓക്കെ. ക്യാപിറ്റൽ അസറ്റ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 14 ആയിരിക്കണം. ഓക്കെ. പേഴ്സണൽ എഫക്ട്സ് ഓഫ് മൂവബിൾ നേച്ചർ എന്താണ്, ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് എക്സ്ക്ലൂഷൻ ആണ്. സോ അതിൽ പ്രത്യേകിച്ച് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്, ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ്, വർക്ക് ഓഫ് ആർട്ട്. സോ കാർ ഒരിക്കലും എന്തിനകത്ത് വരത്തില്ല, മൂവബിൾ എഫക്ട്സ് ഓഫ് പേഴ്സണൽ നേച്ചർ. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ അസറ്റിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആണ് എന്ത്, കാർ. ഓക്കെ.
സോ ദാറ്റ് മീൻസ് ഉണ്ട് ഇവിടെ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഈ സെക്ഷൻ 45 സബ്സെക്ഷൻ 2 അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഫീല് വരുത്തിയിട്ട് ഒരു റോങ് ആൻസർ നിങ്ങൾ എഴുതണം, അതിനുവേണ്ടിയാണ്. ബട്ട് 2 സബ്സെക്ഷൻ 14 പ്രകാരം എന്താണ്, കാർ ഒരിക്കലും എന്തിനകത്ത് വരുന്നില്ല, ക്യാപിറ്റൽ അസറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന പേഴ്സണൽ എഫക്ട്സ് ഓഫ് മൊബൈൽ നേച്ചർ എക്സ്ക്ലൂഷൻ ലിസ്റ്റിലാണ്. സോ അതിനകത്ത് ജ്വല്ലറി, ആർക്കിയോളജി കളക്ഷൻ, വർക്ക് ഓഫ് ആർട്ട്, പെയിൻറ്റിങ്സ്, ഡ്രോയിങ്സ്, കൾച്ചേഴ്സ് എല്ലാമാണ് എന്ത് പേഴ്സണൽ എഫക്ട്സ് ഓഫ് മൊബൈൽ നേച്ചർ ക്യാപിറ്റൽ അസറ്റിൽ വരുന്നത്. സോ കാർ എന്താണ്, എക്സ്ക്ലൂഷൻ ലിസ്റ്റിലാണ്. സോ കാർ എന്തല്ല, നോട്ട് എ ക്യാപിറ്റൽ അസറ്റ്. സോ ക്യാപിറ്റൽ അസറ്റ് അല്ലാത്തത് എന്ത് ചെയ്താലും നമുക്ക് എന്ത് അട്രാക്ട് ചെയ്യില്ല, സെക്ഷൻ 45 സബ്സെക്ഷൻ 1 പ്രകാരം എന്താണ്, ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമാണ് എന്തുണ്ടാകുന്നത്, ക്യാപിറ്റൽ ഗെയിൻ. സോ ഇൻ ദിസ് കേസ് ദർ വിൽ നോട്ട് ബി എനി ക്യാപിറ്റൽ ഗെയിൻ, നോ ക്യാപിറ്റൽ ഗെയിൻ ഇൻ ദ കേസ് ഓഫ് പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന കാറ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് ബിസിനസ്സിന് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കിയാൽ നമുക്ക് എന്താണ്, ആ ഒരു പോയിന്റിൽ നമുക്ക് എന്ത് അട്രാക്ട് ചെയ്യില്ല, ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ അട്രാക്ട് ചെയ്യില്ല. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്യാപിറ്റൽ അസറ്റിൻ്റെ ഡെഫിനേഷൻ അറിയാവോ, 45 സബ്സെക്ഷൻ 2 രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. രണ്ട് സെക്ഷനാണ് ആ ഒരു ക്വസ്റ്റനിൽ അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ, എക്സ് കൺവേർട്സ് ഹിസ് ക്യാപിറ്റൽ അസറ്റ് acquired on 10th June 2003 for rupees 60,000 into stock in trade on 10th March 2019. The fair market value as on the date 5,50,000. He subsequently sold the stock in trade, so converted for 6 lakh on June 10, 2019. Discuss the year of chargeability of capital gain. Okay, so നമുക്ക് നോക്കാം ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റ് എന്നാണത് പർച്ചേസ് ചെയ്തത് ജൂൺ 10, 2003. അതെന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു എന്തായിട്ട്, സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഓക്കെ, സോ എന്നാണ് അത് കൺവേർട്ട് ചെയ്തത്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തത് മാർച്ച് 10, 2019. സോ 31st മാർച്ച് വരെ എന്താണ്, പ്രീവിയസ് ഇയർ 18-19 ആണ്. ദാറ്റ് മീൻസ് കറസ്പോണ്ട് ടു അസസ്മെന്റ് ഇയർ 19-20. ഓക്കെ, സോ അന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്താണ്, ഫെയർ മാർക്കറ്റ് വാല്യൂ 5,50,000 ആണ്. 5,50,000 ആണ് തന്നിരിക്കുന്നു. ഈ സബ്സീക്വൻ്റ്ലി സെയിൽസ് ദ സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഓക്കെ, ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് സെയിൽ നടത്തി, ജൂൺ 10, 2019. ദാറ്റ് മീൻസ് നമ്മുടെ പ്രീവിയസ് ഇയർ 19-20, ദാറ്റ് മീൻസ് അസസ്മെന്റ് ഇയർ 2021 എന്ത് ചെയ്തു, ആക്ച്വൽ സെയിൽസ് നടത്തി. ഓക്കെ, സോ സ്റ്റോക്ക് ഇൻ ട്രേഡിൻ്റെ സെയിൽസ് നടത്തി. ഓക്കെ, സോ ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ 18-19 ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യും. ബട്ട് ചാർജ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ചാർജ് ചെയ്യുന്ന എന്നാണോ ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്ച്വലി സെയിൽ നടക്കുന്നത്, ദാറ്റ് മീൻസ് PGBP ഇൻകോ ലോസോ ഉണ്ടാകുന്നത് ഏത് ഇയറിലാണോ ആ പ്രീവിയസ് ഇയറിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രീവിയസ് ഇയർ 19-20 എന്താ ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ് സെയിൽ നടക്കുന്നത്. ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ് സെയിൽ നടക്കുന്ന ആ പ്രീവിയസ് ഇയറിലാണ് എന്ത് ചെയ്യുന്നത്, സോ ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ വരുന്നത്, ക്യാപിറ്റൽ ഗെയിൻ ചാർജബിലിറ്റി വരുന്ന ഏതാണ്, പ്രീവിയസ് ഇയർ 19-20. ദാറ്റ് മീൻസ് അസസ്മെന്റ് ഇയർ 2021 എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ക്യാപിറ്റൽ ഗെയിൻ എറൈസ് ചെയ്യുന്നത് എന്താണ്, പ്രീവിയസ് ഇയർ 18-19 ബട്ട് സെക്ഷൻ 45 സബ്സെക്ഷൻ 2 കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻറ്റു സ്റ്റോക്ക് ഇൻ ട്രേഡ്. സോ ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, ക്യാപിറ്റൽ ഗെയിൻ എറൈസ് ചെയ്യും. ബട്ട് ചാർജബിൾ ടു ടാക്സ് എന്നാണോ ആക്ച്വലി ആ സ്റ്റോക്ക് ഇൻ ട്രേഡ് സെയിൽ നടക്കുന്ന ആ പ്രീവിയസ് ഇയറിൽ എന്താണ് ഈ പറയുന്ന പോലെ ക്യാപിറ്റൽ ഗെയിനും ബിസിനസ് ഇൻകം ഉണ്ടെങ്കിൽ രണ്ടും എന്ത് ചെയ്യും, ടാക്സ് ചെയ്യും. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ 45 സബ്സെക്ഷൻ 2. Then next one, M held 2,000 shares in ABC Limited. The company amalgamated with another company during the previous year ending. That means നമ്മുടെ പ്രീവിയസ് ഇയർ 19-20 എന്ത് ചെയ്തു, കമ്പനി അമാൽഗമേറ്റ് ചെയ്തു. ഓക്കെ, സോ അണ്ടർ ദ സ്കീം ഓഫ് അമാൽഗമേഷൻ M was allotted 1,000 shares in the അമാൽഗമേറ്റ് കമ്പനിയിൽ പുതിയ അമാൽഗമേറ്റ് കമ്പനിയിൽ എന്താണ് ഷെയർസ് അലോട്ട് ചെയ്തു. The market value of shares allotted by higher by 50,000 than the value of holding in ABC Limited. The assessing officer proposes to treat the transaction as exchange to the tax 50,000 as capital gain. Is he just okay? So amalgamation എന്ന് പറയുന്നത് എന്തല്ല, ഒരു സെക്ഷൻ 47 പ്രകാരം എന്താണ് ചില ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഈ പറയുന്ന ട്രാൻസാക്ഷൻ എന്താണ്, അമാൽഗമേഷൻ്റെ
അമാൽഗമേറ്റിംഗ് കമ്പനിയിൽ ഷെയർ ഹോൾഡർക്ക് അമാൽഗമേറ്റഡ് കമ്പനിയിൽ ഷെയർസ് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരില്ല, അതൊരു ആ ട്രാൻസാക്ഷൻ എന്തല്ല, നോട്ട് എ ട്രാൻസ്ഫർ. ഓക്കെ. സോ ക്യാപിറ്റൽ സെക്ഷൻ 45 സബ്സെക്ഷൻ 1 പ്രകാരം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ എന്ത് അട്രാക്ട് ചെയ്യുള്ളൂ, ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട്. ഇവിടെ എന്ത് വന്നിട്ടില്ല, ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു കാര്യം വന്നിട്ടില്ല. ഇറ്റ് ഈസ് നോട്ട് എ ട്രാൻസ്ഫർ. ദെയർഫോർ ഈ പറയുന്നത് പോലെ അസസിംഗ് ഓഫീസറുടെ ആക്ഷൻ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് this transaction is not a transfer as per section 47. Okay, so transaction which will not be treated as transfer. Okay, so അതിനകത്താണ് വരുന്നത് അമാൽഗമേഷൻ്റെ ടൈമിൽ അമാൽഗമേറ്റിംഗ് കമ്പനിയിൽ അമാൽഗമേറ്റിംഗ് കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഇതേ കമ്പനിയിൽ ഷെയർസ് അലോട്ട് ചെയ്താൽ ഓക്കെ നമുക്ക് എന്തായിട്ട് വരില്ല, അതൊരിക്കലും പുതിയ കമ്പനിയിൽ അല്ലേ പ്രീവിയസ് കമ്പനിയിലെ ഷെയർ ഹോൾഡർക്ക് പുതിയ കമ്പനിയിൽ അമാൽഗമേറ്റ് ചെയ്ത് വരുന്ന കമ്പനിയിൽ ഷെയർസ് അലോട്ട് ചെയ്താൽ വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് ട്രാൻസ്ഫർ. ദെർഫോർ ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ എന്ത് വരില്ല, ദർ വിൽ നോട്ട് ബി എനി ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ. സോ അസസിംഗ് ഓഫീസറുടെ ആക്ഷൻ ഇൻവാലിഡ് ആണ്, അല്ലെങ്കിൽ നോട്ട് ജസ്റ്റിഫയബിൾ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in which of the following situation capital gain tax liability does not arise? Okay. Mr. A purchased gold in 1970 for rupees 25,000 in the previous year 1920. He gifted to his son at the time of marriage fair market value. So first one എന്താണ്, ഗോൾഡ് ആണ്. ഓക്കെ, അതെന്താണ്, ക്യാപിറ്റൽ അസറ്റ് ആണ്. ബട്ട് ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്, ഗിഫ്റ്റഡ്. ഓക്കെ, സോ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സെക്ഷൻ 47 പ്രകാരം എന്തല്ല, ട്രാൻസ്ഫർ അല്ല. ദെർഫോർ ഫസ്റ്റ് സെനാരിയോയിൽ എന്തായിരിക്കും, no capital gain. Okay, so not a transfer, therefore no capital gain taxation. Then second one, a house property is purchased by HUF. Okay, HUF in asset for rupees 20,000. It is given to one family member to previous year 1920 at the time of partition. Okay, so HUF in partition ടൈമിൽ കൊടുക്കുന്ന അസറ്റ്സ് നമുക്ക് എന്താണ്, സെക്ഷൻ 47 പ്രകാരം അതെന്തല്ല, നോട്ട് എ ട്രാൻസ്ഫർ. ഓക്കെ, ഇവിടെ നോട്ട് എ ട്രാൻസ്ഫർ. ദെർഫോർ നോ ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ. ഓക്കെ, ക്യാപിറ്റൽ ഗെയിൻ അറൈസ് ചെയ്യില്ല. ദെർ വിൽ നോട്ട് ബി എനി ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ ഇൻ ദ സെക്കൻഡ് കേസ് ഓൾസോ. Mr. B purchased 50 convertible debentures for rupees 40,000. In 1990, which are converted into 500 shares worth rupees 80% in November by the company. Okay, so ഒരു കമ്പനി അതിൻ്റെ കൺവേർട്ട് ചെയ്യാൻ പറ്റാവുന്ന ഏതെങ്കിലും സെക്യൂരിറ്റീസ് അതേ കമ്പനിയുടെ തന്നെ വേറെ ഏതെങ്കിലും സെക്യൂരിറ്റി ആസ് കൺവേർട്ട് ചെയ്താൽ, ഓക്കെ, കൺവേർഷൻ ഇൻടു securities of the company itself. So that means ആ സെയിം കമ്പനിയുടെ ആണെങ്കിൽ അത് എന്താകില്ല, സെക്ഷൻ 47 പ്രകാരം നോട്ട് എ ട്രാൻസ്ഫർ. therefore no capital gain taxation arise. Okay, so very important. Then next one, Mr. Abhishek, a senior citizen, mortgaged his residential house with the bank under notified reverse mortgage scheme. Okay, reverse mortgage scheme. He was getting loan from bank in monthly installment. Mr. Abhishek did not repay loan on maturity and hence gave possession of house to the bank to discharge his loan. Okay, how will the treatment of long-term capital gain be on such reverse mortgage transaction? Okay, so നോക്കാം, reverse mortgage. Okay, so section 47 പ്രകാരം reverse mortgage scheme, okay, central government specified ആണെങ്കിൽ it will not be not a transfer. അത് ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കില്ല, will not be treated as a transfer. therefore first ആ reverse mortgage എന്നതിൽ there will not be no capital gain. Okay, but ഇവിടെ ഡിസ്ചാർജ് ഓൺ ദ പൊസഷൻ. സോ ഇയാളിപ്പം മിസ്റ്റർ എ അല്ലെങ്കിൽ അഭിഷേക് സോ എന്ത് ചെയ്തു, ബാങ്കിന് റിവേഴ്സ് മോർഗേജിൽ എന്താണ്, ബാങ്കിലെ ലോൺ തിരിച്ചടച്ചില്ല, ബാങ്ക് എന്ത് ചെയ്തു, അത് അക്വയർ ചെയ്തു. ബാങ്ക് പിന്നീട് ഈ പറഞ്ഞ ലോൺ കൊടുത്ത എമൗണ്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ബാങ്ക് ഇത് എന്ത് ചെയ്യും,
ഇത് ലേലത്തിന് വെക്കുമോ അല്ലെങ്കിൽ സെയിൽ നടക്കുമോ, ആ ഒരു പോയിന്റിൽ എന്ത് സംഭവിക്കും, അവിടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ എറൈസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ റിവേഴ്സ് മോർഗേജിൽ വെച്ചിരിക്കുന്നു, അവിടെ എന്താണ് സെക്ഷൻ 47 പ്രകാരം ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ എറൈസ് ചെയ്യില്ല. ബട്ട് ഇൻ കേസ് ഓഫ് ആ ബാങ്ക് ആ പറയുന്ന ക്യാപിറ്റൽ അസറ്റ് എന്താണ് സെയിൽ നടക്കുമ്പോൾ, ദാറ്റ് മീൻസ് ബാങ്കിന് കിട്ടാനുള്ള കടം തിരിച്ചു പിടിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, അത് ലേലത്തിന് വെച്ചിട്ട് സെയിൽ നടത്തിയിട്ട് കിട്ടുന്നു. ആ ഒരു പോയിന്റിൽ ബാങ്കിന് അത് എന്ത് അട്രാക്ട് ചെയ്യും, ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ അട്രാക്ട് ചെയ്യും. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ്. Then next one, examine with the reason whether the following statement true or false. Okay. Alienation of a residential house in a transaction of reverse mortgage under the scheme made by notified central government treated as transfer. Okay, so first one endana false aanu, because section 47 prakaram endana reverse mortgage ennu parnal not a transfer. Okay, first statement തന്നെ false ആണ്. Then second one, zero coupon bond of eligible corporation held for 14 months will be a long term capital asset. Okay, so art statement എന്താണ്, true ആണ്, because section 2 subsection 42A അല്ലേ. സോ 12 months പറയുന്ന 12 months സീറോ കൂപ്പൺ ബോണ്ട് എന്താണ്, മോർ ദാൻ അല്ലേ, അപ് ടു 12 months ആണെന്ത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്. ഇഫ് മോർ ദാൻ 12 months ആണെങ്കിൽ ഇവിടെ എന്താണ് 14 months ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സീറോ കൂപ്പൺ ബോണ്ട്സ് മീൻസ് എ ബോണ്ട് വിച്ച് നോ പേയ്മെൻറ്റ് ഹാസ് ആൻഡ് ബെനിഫിറ്റ് ആർ റിസീവ്ഡ് ഓർ റിസീവബിൾ ബിഫോർ മെച്യൂരിറ്റി ഓർ റിഡംഷൻ. ഓക്കെ, സോ സീറോ കൂപ്പൺ ബോണ്ട് അത് ട്രൂ ആണ് അപ് ടു റിഡംഷൻ. സെക്ഷൻ 2 subsection 48 ആണ് സീറോ കൂപ്പൺ ബോണ്ട് പറയുന്നത്. സോ അപ് ടു മെച്യൂരിറ്റി അല്ലെങ്കിൽ അതുവരെ എന്താണ് സീറോ കൂപ്പൺ, അതിനകത്ത് തന്നെ പറഞ്ഞ റേറ്റ് സീറോ ഇതാണ്. മെച്യൂരിറ്റി അല്ലെങ്കിൽ റിഡംഷൻ്റെ സമയത്ത് മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളൂ, അത് ട്രൂ ആണ്. ദെൻ ഫോർ, ഇൻകം ഫ്രം ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ടീ ഇൻ ഇന്ത്യ ഈസ് ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചർ ഇൻകം ഹോളി. ഓക്കെ, അതെന്താണ് ഫോൾസ് ആണ്. നമ്മൾ ഓൾറെഡി അഗ്രികൾച്ചറൽ ഇൻകം 10 subsection 1ൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് റൂൾ 7 ദെൻ റൂൾ 8. ഓക്കെ, സോ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ടീ എന്താണ്, റൂൾ 8 പ്രകാരം എന്താണ് 60% ഇൻകത്തിനകത്ത് 60% അഗ്രി ഇൻകമായിട്ടും 40% എന്തായിട്ട് PGBP അല്ലെങ്കിൽ ബിസിനസ് ഇൻകമായിട്ടും കണക്കാക്കും. under the head business. Okay, so very important. And പല സ്ഥലങ്ങളിലാണ് നമ്മൾ PGBP ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെയും നമ്മൾ ഇതിനകത്ത് 33AB ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പോർഷൻ കയറി വരും. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റൂൾ 7A 7B വരുന്നുണ്ട്. ദെൻ റൂൾ 8. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Mr. A converts his capital asset acquired for an amount of rupees 50,000 on June 2003 into stock in trade in the month of November 2016. The fair market value of the asset on the date of conversion 4,50,000. The stock in trade was sold at an amount of 6,50,000 in the month of September 2019. What will be the tax treatment? Okay, so very important. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ എന്താണ് ക്യാപിറ്റൽ, നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ജസ്റ്റ് ഞാനൊന്ന് ഒരു പിക്ചർ മോഡലിൽ കൊണ്ടുവരാം. ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ, സോ ക്യാപിറ്റൽ അസറ്റ് മീൻസ് എന്തായിരിക്കും, സെക്ഷൻ 2 subsection 14 പ്രകാരമുള്ള ഒരു ക്യാപിറ്റൽ അസറ്റ് ഇത്രയാണ് വാങ്ങിച്ചിരിക്കുന്നത്. 2003 വാങ്ങിച്ചിരിക്കുന്നു. ജൂൺ 2003 മീൻസ് പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ 2003-04 വാങ്ങിച്ചിരിക്കുന്നത്. എത്രയാണ് വാങ്ങിച്ചിരിക്കുന്നത്, റുപ്പീസ് 50,000. ഓക്കെ, 50,000 വാങ്ങിച്ചിരിക്കുന്നു. ദെൻ എന്ത് ചെയ്തു, ഇത് കൺവേർട്ട് ചെയ്തു സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എന്നായിരുന്നു, ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ 16-17 എത്രയായിരുന്നു അന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ 4,50,000. ഓക്കെ, ദെൻ ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്ച്വലി സെയിൽ നടത്തിയത് എന്നാണ്, പ്രീവിയസ് ഇയർ 19-20 എത്രയിനാണ്
rupees 6,50,000 സെയിൽ നടത്തി അല്ലേ, rupees 6,50,000. സോ ഇത് ഇവിടെ എന്ത് സംഭവിച്ചു, ട്രാൻസ്ഫർ, ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ എന്ത് അട്രാക്ട് ചെയ്യും, ക്യാപിറ്റൽ ഗെയിൻ. ഇത് ബട്ട് സെക്ഷൻ 45 സബ്സെക്ഷൻ 2 വെച്ചിട്ട് എന്താണ്, conversion of capital asset into stock in trade will be treated as transfer. So transfer നടക്കുമ്പോഴത്തേക്കും capital gain attract ചെയ്യും, but taxable in the year in which stock in trade actually, previous year in which stock in trade actually sold. Okay, so നമുക്കിവിടെ നോക്കിയാൽ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ എല്ലാം നമുക്ക് കൊണ്ടുവരുന്നത്, സോ നമ്മുടെ കമ്പ്യൂട്ടേഷൻ, സോ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വരികയാണെങ്കിൽ നമുക്കിപ്പോൾ വേണ്ട കാര്യങ്ങളെല്ലാം എടുത്തു. particulars, amount. Okay. So first നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്, സോ നമുക്കിതിനകത്ത് പറഞ്ഞ ക്യാപിറ്റൽ ഗെയിനും ബിസിനസ് ഇൻകവും ടാക്സ് ചെയ്യുന്ന എന്നായിരിക്കും പ്രീവിയസ് ഇയർ. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ഇൻകം ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2021. ഇൻകം പല ഹെഡിലുള്ള ഇൻകം കമ്പ്യൂട്ട് ചെയ്യാണ്. സോ ഫസ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാം. ക്യാപിറ്റൽ ഗെയിൻ എത്രയായിരിക്കും വരുന്നത്, ക്യാപിറ്റൽ ഗെയിൻ, സോ ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയാണ്, ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ നിന്ന് 4,50,000 അതിൽ നിന്ന് ലെസ് ഇവിടെ 2003 സോ ലോങ് ടൈം ക്യാപിറ്റൽ, ഇതാണ് കോസ്റ്റ് ഓഫ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആണ്. സോ കോസ്റ്റ് ഓഫ് അക്വസിഷൻ 50,000 ഇൻറ്റു, സോ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് CI for the year of transfer 264 divided by CI first held by SSE 109. Okay, so calculate ചെയ്തെടുക്കുക. വരും 1,21,101. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ക്യാപിറ്റൽ ഗെയിൻ 3,28,899. ഓക്കെ, ദെൻ ബിസിനസ് ഇൻകം PGBP വരുന്നത് എത്രയാണോ സെയിൽ നടന്നത് അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി, ആ ഫെയർ മാർക്കറ്റ് വാല്യൂ കുറയ്ക്കും. ഓക്കെ, സെയിൽ പ്രൈസ് എത്രയായിരുന്നു, 6,50,000 സ്റ്റോക്ക് ഇൻ ട്രേഡ് സെയിൽ നടക്കുന്ന ലെസ് FMV ആസ് ഓൺ ട്രാൻസ്ഫർ. ഓക്കെ, ട്രാൻസ്ഫർ ഡേറ്റിൽ FMV എത്ര വരും, 4,50,000. കുറച്ച് കഴിയുമ്പോൾ എത്ര വരും, 2 lakhs വിൽ ബി ദ PGP. സോ ടോട്ടൽ എത്ര വരും, 5,28,899. സോ ഇത്രയാണ് നമുക്ക്. So very important, first held by CI for the year of transfer. ട്രാൻസ്ഫർ നടക്കുന്ന എന്നാണ് 16-17, ബട്ട് ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യുന്നത് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്നാണോ ആക്ച്വലി സെയിൽ നടക്കുന്നത്, അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ 19-20. Then next one, on January 31st, 2020, Mr. A transfer the self-generated goodwill for his possession for a sale consideration of rupees 70,000 and incurred an expense of rupees 5,000 for such transfer. You are required to compute capital gain. So ഇവിടെ ശ്രദ്ധിക്കണം, self generated goodwill. Okay, self generated goodwill transfer ചെയ്താൽ is not chargeable to tax. Okay. So self generated goodwill എന്താണ്, ഒരു കേസ് ലോയുടെ ബേസിസിലാണ് സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ ട്രാൻസ്ഫർ ചെയ്താൽ ഈസ് നോട്ട് ചാർജബിൾ ടു ടാക്സ്. അക്വയർഡ് ഗുഡ്വിൽ ആയിരുന്നെങ്കിൽ നമുക്ക് എന്താണ്, കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഉണ്ടാകും, അതിനകത്ത് എന്തുണ്ടാകും, ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, നമുക്ക് എന്താകും, ടാക്സേഷനൊക്കെ അട്രാക്ട് ചെയ്തതിന്. സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ ട്രാൻസ്ഫർ ചെയ്താൽ, ഓക്കെ, സോ എന്തായതുകൊണ്ട് മാത്രമാണ് സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ, പൊസഷനിലുള്ള സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ ട്രാൻസ്ഫർ ചെയ്താൽ എന്ത് അട്രാക്ട് ചെയ്യില്ല, ടാക്സബിലിറ്റി, നോട്ട് ചാർജബിൾ ടു ടാക്സ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്, സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ. ദെൻ നെക്സ്റ്റ് വൺ, SN company, a sole proprietorship on 6 machines put in use for business in March 2019. The depreciation on this machine is charged at 15%. The written down value of this machine as on 1st April 2019, 8,50,000. The 3 of the old machines were sold on 10th June 2019 for 11 lakh
A second-hand plant was bought for rupees 8,50,000 on 30th November 2019. You are required to determine the claim of depreciation for the assessment year 2021. Compute the capital gain liable for tax in the assessment year 2021. If Singhani and Company had sold the 3 machines in June 2019 for 21 lakh, there will be any difference in your above workings? Explain. Okay. So depreciationന്റെ രീതിയിലുള്ള ഒരു പ്രോബ്ലമാണ്. സോ ഫസ്റ്റ് എന്താണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ. ഓക്കെ, ഡിപ്രീസിയേഷൻ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2021. ഓക്കെ, ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് particulars amount. Okay, so particulars amount. WDV as on 1/4/2019. WDV 8,50,000. Okay, then add additions അല്ലെങ്കിൽ purchases എത്ര ഉണ്ട്? additions purchases 8,50,000. then less deletions അല്ലെങ്കിൽ sales എത്രയാണ് വന്നിരിക്കുന്നത്? 11 lakh. Okay, so അതിൽ നിന്ന് 8, 16, 17 പോയി കഴിഞ്ഞാൽ 6 lakh ആണ് WDV as on 31/3/20. Okay, so depreciation compute ചെയ്യുമ്പോഴത്തേക്കും സോ നോക്കിയാൽ അറിയാം നമുക്ക് put to use in business March 2019 depreciation charged 15% ആയിരുന്നു. ഫസ്റ്റ് ഏപ്രിൽ ടു സോ ജൂൺ. സോ ഉറപ്പായിട്ടും എന്താണ് പുട്ട് ടു യൂസ് ലെസ് ദാൻ 180 days ആണ്. സോ ഡിപ്രീസിയേഷൻ വരുന്നത് പുട്ട് ടു യൂസ് ലെസ് ദാൻ 180 days. therefore depreciation കണ്ടുപിടിക്കാനായിട്ട് 6 lakh into 15% half. Okay, so that means 7.5%. 7.5%. Okay, so കിട്ടുന്നത് 45,000. Okay, 45,000. then so ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ ക്യാപിറ്റൽ ഗെയിൻ. ഇവിടെ എന്ത് വരില്ല? സെക്ഷൻ 50 അനുസരിച്ചിട്ട് എന്താണ് ആ ബ്ലോക്കിലുള്ളതിനെക്കാട്ടിലും കൂടുതലാണ്. ഇവിടെ നമുക്ക് എന്താണ് ബ്ലോക്കിലുള്ള വാല്യൂവിനെക്കാട്ടിലും കൂടുതലല്ല. സെക്ഷൻ 50 അനുസരിച്ച് എന്താണ്? സോ ബ്ലോക്കിൽ ഇനിയും എന്താണ് 6 lakhന്റെ വാല്യൂ ഉള്ള അസറ്റ് റിമൈൻ ചെയ്യുന്നുണ്ട്. ബ്ലോക്ക് പൂർണ്ണമായിട്ടും പോയില്ല. therefore no capital gain. Okay, in this scenario. then third one എന്തായിരുന്നു? third scenario 21 ലക്ഷത്തിനാണ് വിൽക്കുന്നത്. 21 ലക്ഷത്തിനാണ് മെഷീൻ സെയിൽ നടക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? സോ ഇതേപോലെ തന്നെ നോക്കിയാൽ സെയിൽ നടക്കുന്ന 21 ലക്ഷത്തിനാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ജസ്റ്റ് ഇവിടെ തന്നെ എഴുതാം. സോ WDV സോൺ ഇത് വരുന്നത് 8,50,000. then additions എത്രയാണ്? 8,50,000. then deletions 21 lakh. so that means നമുക്ക് എന്താണ് 4 ലക്ഷം എന്താണ് എക്സസ് വരും. ഓക്കെ, 4 ലക്ഷം എക്സസ് വരും. ദാറ്റ് മീൻസ് ഇതെന്താണ്? ഇത് നമ്മളുടെ സെക്ഷൻ 50 പ്രകാരം എന്താണ്? ക്യാപിറ്റൽ ഗെയിൻ ആണ്. സോ സെക്ഷൻ 50 പ്രകാരം ഡിപ്രീഷിയബിൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന ഗെയിൻ എന്തായിരിക്കും? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. സോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എത്ര വരും? 4 lakhs will be the short term capital gain. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എത്രയായിരിക്കും? ഇപ്പോൾ ശ്രദ്ധിക്കണം, ജസ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ എഴുതിയാൽ ഒരു ക്രെഡിറ്റ് നമുക്ക് കിട്ടില്ല. ബിക്കോസ് സെക്ഷൻ 50 അനുസരിച്ച് ഡിപ്രീഷിയബിൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ നമുക്ക് എന്ത് മാത്രമേ കിട്ടുള്ളൂ? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ മാത്രമേ എറേസ് ചെയ്യുള്ളൂ. ബിക്കോസ് ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ WDV ന്യൂ അസറ്റ് പുതിയ വാല്യൂ ഉള്ള ഒരു അസറ്റ് വരുന്നത് പോലെ വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സ്ലം സെയിലാണ്. സ്ലം സെയിൽ സെക്ഷൻ ഏതായിരുന്നു? സെക്ഷൻ
50B. Okay, section 50B slum sale case. Okay, Mr. A proprietor so and so unit 1 2 unit ഉണ്ടായിരുന്ന unit 1 slum sale for a total consideration of 25 lakh. Okay, unit 1 was started in 2005-06. that means നമുക്ക് എന്നാണ് 36 മന്ത്സിന് മുകളിലായിട്ടുണ്ട്. സോ എന്തായിരിക്കും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനോ അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് എക്സ്പെൻസസ് എൻഗേഡ് ഫോർ ദ ട്രാൻസ്ഫർ 28,000. ഓക്കെ, സോ ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നു, ദെൻ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിരിക്കുന്നു, നമുക്ക് നോക്കാം. സോ സെക്ഷൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ on slum sale under section 50B. Okay. So നോക്കാം particulars, amount. Okay, amount കൊടുത്തേക്കാം. എന്തെങ്കിലും സോ നമ്മൾ സെക്ഷൻ 50B സംശയം അനുസരിച്ചിട്ട് എന്താണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു കിട്ടുന്ന ലംസം എമൗണ്ട് ആയിരിക്കും അല്ലേ. കൺസിഡറേഷൻ എത്രയാണ്? കൺസിഡറേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് 25 lakh ആണ് അല്ലേ. 25 lakh ലെസ് എക്സ്പെൻസസ്, അട്രിബ്യൂട്ടബിൾ എക്സ്പെൻസസ് എത്ര വരുന്നുണ്ട്? 28,000. സോ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എത്രയാണ്? 24,72,000 ആണെന്ത് നെറ്റ് കൺസിഡറേഷൻ. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കാം? ലെസ് നെറ്റ് വർത്ത് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ ഗെയിൻ. സോ ഇവിടെ നമുക്ക് എന്താണ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ല. 36 മന്ത്സിന് മുകളിലാണ് ആ പർട്ടിക്കുലർ യൂണിറ്റ് 1 വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതെന്താവും? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആവും. ഓക്കെ, സോ നെറ്റ് വർത്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നോക്കാം. നമുക്ക് എന്തിൻ്റെ മാത്രം മതി? യൂണിറ്റ് 1-ൻ്റെത്. ഓക്കെ, ഓണർ ക്യാപിറ്റൽ, റീവാലുവേഷൻ റിസർവ് ഫോർ ബിൽഡിംഗ് ഓഫ് യൂണിറ്റ് 1. റീവാലുവേഷൻ റിസർവ് ഉണ്ട്. ദെൻ ബാങ്ക് ഓൺ ക്യാപിറ്റൽ, റിവാലുവേഷൻ റിസർവ്, ലോണ്, ട്രേഡ് ക്രെഡിറ്റേഴ്സ് തന്നിരിക്കുന്നു. 25% ടോട്ടലാണ് തന്നിരിക്കുന്നത്. യൂണിറ്റ് 1-നോട്ടുള്ള ആട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള എമൗണ്ട് തന്നിരിക്കുന്നു. ദെൻ യൂണിറ്റ് 1-ലെ അസറ്റ്, ബിൽഡിങ്, മെഷീനറി, ഡെറ്റേഴ്സ്, അതർ അസറ്റ്സ് ഒക്കെ തന്നിരിക്കുന്നു. ഓക്കെ, നമുക്ക് എന്താണ് അസറ്റ്സ് മൈനസ്. സോ റീവാലുവേഷൻ റിസർവ് ഈസ് ക്രെഡിറ്റഡ്, റിവേഴ്സിംഗ് പുട്ട് അപ്വേർഡ് ആണ്. ബിൽഡിങ്ങിൽ യൂണിറ്റ് 1-ലെ നോ ഇൻഡിവിജ്വൽ വാല്യൂ ഓഫ് എനി അസറ്റ് ഈസ് കൺസിഡർഡ് ഫോർ ട്രാൻസ്ഫേർഡ്. The asset of the unit 1 included patents acquired on 1/7/2017 for rupees 50,000 on which no depreciation has been charged. Okay, so നമുക്ക് എപ്പോഴും പറയുന്ന അസറ്റിനെ ഡിപ്രീഷ്യബിൾ അസറ്റ് ആണെങ്കിൽ IT ആക്ട് പ്രകാരമുള്ള റിട്ടേൺ ഡൗൺ വാല്യൂ ആയിരിക്കണം നമുക്ക് കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ഓക്കെ, നമുക്ക് ഈ ഒരു നെറ്റ് വർത്ത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ള വർക്കിംഗ് നോട്ടിലോട്ട് പോകാം. വർക്കിംഗ് നോട്ട് നെറ്റ് വർത്ത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് എന്താണ്? particulars, amount. Okay, so assets നെ A എന്നെടുക്കാം. നമുക്ക് അതിനകത്ത് വന്നിരിക്കുന്നു അസറ്റ്സിൽ ബിൽഡിങ്ങിൽ എന്താണ് റീവാലുവേഷൻ റിസർവ്. ബിൽഡിംഗ് യൂണിറ്റ് 1-ലെ അപ്വേർഡ് ആണ്. റിവാലുവേഷൻ നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യത്തില്ല. സോ 12 lakh മൈനസ് 3 lakh. ഓക്കെ, സോ ബിൽഡിങ്ങിൽ ഡിപ്രീഷ്യബിൾ അസറ്റിൽ 12 ലക്ഷം എടുത്തിരിക്കുന്നു. അതിൽ 3 ലക്ഷം എന്താണ്? റീവാലുവേഷൻ ആണ്. സോ റീവാലുവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യില്ല. മൈനസ് 3 lakh. ഓക്കെ, സോ എത്ര വരും? 9 lakh. ദെൻ പിന്നെ വേറെ എന്തൊക്കെയാണുള്ളത്? അസറ്റ്സ്, മെഷീനറി 3 ലക്ഷം. ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും ബാലൻസ് ഷീറ്റിൽ വരുന്നത് ഡെപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ളതായിരിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ എടുക്കുന്നത്. മെഷീനറി 3 lakh. Then debtors എത്രയാണ്? 1 lakh. അതർ അസറ്റ്സ് അതിനകത്ത് 50,000 എന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്, അതിന് ഡിപ്രീസിയേഷൻ ഉള്ള അസറ്റാണ്. സോ ഡെറ്റേഴ്സ് 1 lakh.
അതേഴ്സ് എക്സ്ക്ലൂഡിങ് പേറ്റൻ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അതേഴ്സ് എക്സ്ക്ലൂഡിങ് പേറ്റൻറ്റ് വരും. അതേഴ്സ് എക്സ്ക്ലൂഡിങ് പേറ്റൻറ്റ് 1 lakh വരും. ദെൻ പേറ്റൻറ്റിൻ്റെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. സോ അതുകൂടെ പേറ്റൻറ്റിൻ്റെ കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? അസറ്റ്സിൻ്റെ ടോട്ടൽ കിട്ടും. ദെൻ ലയബിലിറ്റീസ് ബി. ലയബിലിറ്റീസ് ഇത്രയൊക്കെയാണ്. ട്രേഡ് ക്രെഡിറ്റേഴ്സ് 1,50,000 into 25% 37,500. ഓക്കെ. സോ ക്വസ്റ്റ്യൻ നോക്കി അറിയാം. ഇതാണ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്. 25 യൂണിറ്റ് 1ൻ്റെ 25%. ദെൻ ബാങ്ക് ലോൺ 70%. ബാങ്ക് ലോൺ 2 lakhൻ്റെ 70% 1,40,000. ഓക്കെ. സോ ഇതിൻ്റെ ടോട്ടൽ എത്ര വരും? 1,77,500. ഓക്കെ. നമുക്കിവിടെയാണ് പേറ്റൻറ്റോടെ കിട്ടിയിട്ട് ഈ ഒരു ടോട്ടൽ കണ്ടുപിടിച്ച് ഈ ഡിഫറൻസ് ആണ് ലെസ്. സോ നമുക്ക് പേറ്റൻ്റ് എന്താണ്? ഡിപ്രീഷിയബിൾ അസറ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. പേറ്റൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ കോസ്റ്റ് ആസ് ഓൺ 1/7/2017 എത്രയായിരുന്നു? 50,000. ഇൻടാഞ്ചിബിൾ അസറ്റിന് ഡിപ്രീസിയേഷൻ അറ്റ് ദ റേറ്റ് 25% ആണ്. സോ 50,000 ഡിഫറൻസ് 12,500. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? WDV ആസ് ഓൺ 1/4/2018 എത്ര വരുന്നുണ്ട്? കുറച്ച് കഴിയുമ്പോഴത്തേക്കും 37,500. ഓക്കെ. സോ നമുക്ക് ലെസ് ഡിപ്രീസിയേഷൻ അറ്റ് ദ റേറ്റ് 25% 9,375 വരും. ഓക്കെ. സോ ആസ് ഓൺ 1/4/2019 കുറച്ച് കഴിയുമ്പോൾ എത്ര വരും? 28,125. ഓക്കെ. സോ ഈ നമ്മുടെ പ്രീവിയസ് ഇയറിൽ എത്രയാണ് അതിൻ്റെ വാല്യൂ വരുന്നത്? 28,125. 28,125 ടോട്ടൽ 14,28,125. സോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്ന നെറ്റ്വർത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കഴിയുമ്പോൾ കിട്ടുന്ന നെറ്റ്വർത്ത് എത്രയാണ് വരുന്നത്? സോ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. 12,50,625. ഓക്കെ. സോ ഇനി നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് ലെസ് നെറ്റ്വർത്ത് 12,50,625. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? 12,21,375 ആണ്. എന്തായിരിക്കും ഉറപ്പായിട്ടും? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ബിക്കോസ് യൂണിറ്റ് 1 എന്താണ്? ഇൻ എക്സിസ്റ്റൻസ് 36 months കൂടുതൽ എക്സിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. ഓക്കെ. സോ ജസ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് എഴുതരുത്. നമുക്ക് ഫുൾ ക്രെഡിറ്റ് കിട്ടില്ല. എപ്പോഴും എഴുതണം 36 months മുകളിലാണെന്ന് വർക്കിനോട്ടായിട്ട് എഴുതുക. Therefore എന്തായിരിക്കും? അതൊരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sir C purchased a residential house on July 20, 2017 for 1 lakh and made some addition to the house incurring 22 lakhs in August 2017. He sold the house property in April 2019 for rupees 2 lakhs. Out of the sale proceeds, he spent 5 lakh to purchase another house property in September 2019. What amount of capital gain? Okay, so നമുക്ക് അവർ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് സെക്ഷൻ 54 നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്താണ്? റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്ത് വാങ്ങിച്ചിരിക്കുന്നു? റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിച്ചിരിക്കുന്നു. ഓക്കെ. സോ നമുക്ക് നോക്കാം. റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി എന്നാണ്? ജൂലൈ 20, 2017 വാങ്ങിച്ചിരിക്കുന്നു. 2017 ജൂലൈ 20. സോ സോൾഡ് പ്രോപ്പർട്ടി ഏപ്രിൽ 2019. ഓക്കെ. ഏപ്രിൽ 2019 ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. സോ പുട്ട് ടു യൂസ് ലെസ് ദാൻ 24 months. സോ ഹോൾഡിംഗ് പീരീഡ് ലെസ് ദാൻ
ലെസ് ദാൻ 24 months ആണ്. സോ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടില്ല? സെക്ഷൻ 54 കിട്ടില്ല. ഇനി നമുക്ക് എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? സോ സെക്ഷൻ 54 വെച്ച് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് അഗേൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് എക്സംഷൻ സെക്ഷൻ? ബിക്കോസ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കണം എന്ന് പറഞ്ഞതിനോട് ഒപ്പം തന്നെ എന്തുകൂടെ പറയുന്നുണ്ട്? ഇറ്റ് ഷുഡ് ബി എ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്. സോ ജൂലൈ 20, 2017 സോ ഹോൾഡിംഗ് പീരീഡ് എത്രയില്ല? 24 മാസത്തിൽ കുറവാണ്. ദെർഫോർ ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. അതൊരു നോട്ട് എ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്. എന്തായിട്ട് മാറും? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ബിക്കോസ് പീരീഡ് ഓഫ് ഹോൾഡിംഗ് ലെസ് ദാൻ 24 months. ഓക്കെ, അപ് ടു 24 months വരെ എന്താണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്. സോ നമുക്കിനി കണ്ടുപിടിക്കാം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ. സെയിൽ കൺസിഡറേഷൻ എത്രയാണ്? 20 lakhs പ്ലസ് ഇവിടെ എന്താണ് ഇൻഡെക്സേഷൻ ഒന്നുമില്ല. കോസ്റ്റ് ഓഫ് അക്വസിഷൻ എത്രയായിരുന്നു? 10 lakh. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എത്രയായിരുന്നു? 2 lakh. ഓക്കെ, കോസ്റ്റ് ഓഫ് അക്വസിഷൻ 10 lakhs less cost of improvement 2 lakhs. So the answer 8 lakhs will be capital gain എന്ന് മാത്രം എഴുതരുത്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ബിക്കോസ് പുട്ട് ടു യൂസ് ലെസ് ദാൻ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലോങ് ടൈം അല്ലാത്തതുകൊണ്ട് തന്നെയാണ് എന്താണ് സെക്ഷൻ 54 പ്രകാരമുള്ള എക്സംഷൻ. അതർവൈസ് നമ്മൾ എന്താണ് 5 lakhന് എക്സംഷൻ കിട്ടേണ്ടതായിരുന്നു. 3 lakhന് മാത്രമേ ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യുകയുള്ളായിരുന്നു. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ്. സെക്ഷൻ 54 ദെൻ ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ വിത്തൗട്ട് ഇൻഡെക്സേഷൻ കണ്ടുപിടിക്കാൻ 2 കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, long term capital gain of rupees 75 lakhs arising from the transfer of building on 1/5/2009 will be exempt from tax if such capital gain invested in bonds redeemable after 5 years issued by NHAI under section 54 EC. Examine with the reason whether the given statement is true or false having regards to the provisions of Income Tax Act 1961. Okay, so long term capital gain എത്രയാണ്? long term capital gain 75 lakhs അല്ലേ? ട്രാൻസ്ഫർ ഓഫ് ബിൽഡിംഗ് ലോങ് ടൈം ആണ്. സോ ബിൽഡിംഗ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ദ നേച്ചർ ഓഫ് ലാൻഡ് ബിൽഡിംഗ് ഓർ ബോത്ത് ആണ് 54 ECക്ക്, സെക്ഷൻ 54 ECക്ക്. ഓക്കെ, ലോങ് ടൈം ആണ്, അതൊക്കെ സംബന്ധിച്ചു. ഇൻവെസ്റ്റഡ് എന്ത് ചെയ്തു? NHAI. ഓക്കെ, 5 year NHAI അതിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ്. സോ ഇവിടെ 2 കാര്യങ്ങൾ. 54 EC പ്രകാരം നമുക്ക് എക്സംഷൻ കിട്ടണമെങ്കിൽ എന്താണ് മാക്സിമം എത്ര കിട്ടത്തുള്ളൂ? 50 lakhs. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് ഫുൾ എക്സംഷൻ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമല്ല എന്നത്തേക്കായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? സോ മാക്സിമം നമുക്ക് 50 lakh, ഇവിടെ 75 lakh ആണ് പറഞ്ഞിരിക്കുന്നത്. 50 lakh കിട്ടുള്ളൂ. അതുകൂടാതെ എന്തായിരിക്കണം? ഈ പറഞ്ഞ ഇൻവെസ്റ്റ് നടക്കുന്നത് വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഓക്കെ, സോ അതിനെക്കുറിച്ചൊന്നും ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടില്ല. അതുപോലെ 75 lakh കിട്ടുന്നത് ഫുൾ എക്സംഷൻ കിട്ടുന്ന രീതിയിലാണ് ഈ സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്. ദെർഫോർ സെൻറ്റൻസ് ആസ് സച്ച് ഫോൾസ്. ഓക്കെ, സോ 54 EC ഇനി ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്ന് വെച്ചാൽ ബിൽഡിംഗ്, ലാൻഡ് ബിൽഡിംഗ് ഓർ ബോത്ത്. സോ എന്ത് ചെയ്യണം? NHAI RECL അല്ലെങ്കിൽ നോട്ടിഫൈഡ് ബോൺസിലോ ആയിരിക്കണം. മാക്സിമം എത്രയാണ്? എല്ലാം കൂടെ ചേർത്ത് നമുക്ക് എന്താണ് ഈ പ്രീവിയസ് ഇയറിലും അടുത്ത പ്രീവിയസ് ഇയറിലും എല്ലാം കൂടെ 50 lakh മാക്സിമം. ദാറ്റ് മീൻസ് റെസ്ട്രിക്റ്റഡ് 50 lakh ആൻഡ് investment should be done in within 6 months from the date of transfer. Okay, the next one, calculate the income tax liability of the assessment year 2021 the following cases. Okay, so income tax liability ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. നമുക്കൊന്ന് ഇത് തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് നോക്കാം. tax liability computation. Okay, so വേണ്ടതാണ് particulars. Mr. A 45 years and resident. Mr. B 62 years non-resident. Mr. C 81 years resident. Mr. D 82 years non-resident. Okay, so ഇവരുടെ ഇൻകം നമുക്ക് നോക്കാം. സ്റ്റാറ്റസ് പറഞ്ഞ് ടോട്ടൽ ഇൻകം അതർ ദാൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, സോ ടോട്ടൽ ഇൻകം അതർ ദാൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇത്രയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. 2,40,000, 2,40,000, then 2,80,000, 5,90,000,
4,80,000. Okay. So then long term capital gain other than long term capital gain. Okay. So ഇനി അടുത്തത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വേക്കൻറ്റ് സൈറ്റിൽ നിന്നുള്ളത് 15,000. സോ നമുക്ക് എന്ത് പറയാം അണ്ടർ സെക്ഷൻ 112. ദെൻ ഇവിടെ എന്താണ് 10,000 ഫ്രം സെയിൽ ഓഫ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് പേയ്ഡ് ഓൺ സെയിൽ ഓഫ് പർച്ചേസ് ഓഫ് ഷെയർസ്. ഓക്കെ അണ്ടർ സെക്ഷൻ 112A from listed securities. Then 60,000 from sale of agricultural land in a rural area. Okay. So ഇതെന്താണ് എക്സം നോട്ട് എ ക്യാപിറ്റൽ. സോ ഇത് ആക്ച്വലി ഇതെന്താണ് ഒരു ക്യാപിറ്റൽ അസറ്റ് അല്ല. അഗ്രികൾച്ചർ ലാൻഡ് ഇൻ സ്പെസിഫൈഡ് ഏരിയ മാത്രമേ ക്യാപിറ്റൽ അസറ്റ് ആകത്തുള്ളൂ. ഇത് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ സോ ഇതെന്ത് വരത്തില്ല ടാക്സബിലിറ്റി അട്രാക്റ്റീവ് ഇവിടെ നില്ലാണ് വരുന്നത്. ഓക്കെ സോ നമുക്ക് ജസ്റ്റ് ഓക്കെ സോ ഇവിടുത്തെ ഒരു ടോട്ടൽ 2,55,000 ആണ്. ഇവിടെ 2,90,000, ഇവിടെ 5,90,000 ബിക്കോസ് 60,000 എക്സംപ്റ്റഡ് ആണ്. 4,80,000. സോ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ 2,40,000 മിസ്റ്റർ എ റെസിഡൻറ്റ് ഇൻഡിവിജ്വലാണ്. നമുക്ക് എത്ര വരെ ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉണ്ട്? 2,50,000 വരെ ഉണ്ട്. സോ 2,50,000 കഴിച്ചിട്ട് എത്രയാണ്? ഒരു 5,000. ഓക്കെ സോ അപ് ടു 2,50,000 നമുക്ക് എക്സംഷൻ ആണ്. അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? 5,000 ആണ്. ഓക്കെ സോ മിച്ചമുള്ളത് സോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. സോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ സോ 2,50,000 കുറച്ച് കഴിഞ്ഞാൽ 5,000 ആണ് എന്നുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉള്ളത്. അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് കഴിച്ചിട്ടുള്ളത് ഇതിന് എത്രയാണ്? ഈ 5,000നെ എത്രയാണ്? 20%. ദാറ്റ് മീൻസ് എത്ര വരും? 1,000 വരും. ദെൻ 87A വെച്ച് നമുക്ക് എത്രയാണ്? 12,500 വരെ എക്സംഷനാണ്. ലെസ് റീബേറ്റ് അണ്ടർ സെക്ഷൻ 87A വരും. 1,000 വരെ കുറയ്ക്കാം. ദെൻ ടാക്സബിലിറ്റി എന്ത് വരും? നിൽ. ഓക്കെ ദെൻ സെക്കൻഡ് സെനാരിയോ എടുക്കുമ്പോഴത്തേക്കും ഇവിടെ എത്രയാണ്? നോൺ റെസിഡൻ്റ് ആണ്. നോൺ റെസിഡൻ്റ് ആണെങ്കിൽ നമുക്ക് എത്ര വരെ ബേസിക് എക്സംഷൻ കിട്ടത്തുള്ളൂ? 2,50,000 വരെ കിട്ടത്തുള്ളൂ. 2,50,000 വരെ. ദെൻ 2,50,000 വരെ ബേസിക് അപ് ടു 2,50,000. ദെൻ 26 ഇവിടെ 12A പ്രകാരം 10,000 ആണ്. 1,00,000 വരെ എക്സംപ്റ്റഡ്. അപ് ടു 1,00,000 എന്താണ്? എക്സംപ്റ്റഡ് ആണ്. 12AA എക്സംപ്റ്റഡ്. സോ ഇവിടെ നമുക്ക് നോൺ റെസിഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഫയൽ എത്രയാണ്? 62 years ആയെന്ന് പറഞ്ഞ് നമുക്ക് അടുത്തൊരു ബേസിക് എക്സംഷൻ ലിമിറ്റ് 3,00,000 പോകില്ല. സോ 2,50,000 വരെ നില്ല. ദെൻ റിമൈനിങ് 30,000ൻ്റെ 5%. ഓക്കെ റിമൈനിങ് 30,000ൻ്റെ 5% എത്ര വരും? 1,500. 112A വെച്ചിട്ട് എന്താണ്? 1,00,000 വരെ എക്സംപ്റ്റഡ് ആണ്. ഓക്കെ ലോങ് ടേം ആണ്. 1,00,000 വരെ എക്സംപ്റ്റഡ് ആണ്. ദെൻ 1,500. സോ 87A റീബേറ്റ് ഇവർക്ക് കിട്ടില്ല. നോൺ റെസിഡൻസിന് കിട്ടില്ല. സോ 1,500ൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യേണ്ടി വരും? 1,500 പ്ലസ് ആഡ് എന്താണ്? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് at the rate 4%. Okay so 4% ആഡ് ചെയ്യുമ്പോൾ 60,560. Okay then next scenario ഇതാണ്. റെസിഡൻ്റ് ആണ്. 5 ലക്ഷം വരെ എക്സംപ്റ്റഡ് ആണ്. 5 ലക്ഷം വരെ ബേസിക് എക്സംഷൻ ഉണ്ട്. മറ്റേ ക്യാപിറ്റൽ ഗെയിൻ ആക്ച്വലി എക്സംപ്റ്റഡ് ആണ്. സോ 90,000ൻ്റെ പുറത്ത് എത്ര വേണം? 20%. സോ എത്ര കിട്ടും? 18,000. 5 ലക്ഷത്തിന് മുകളിലാണ് എന്തില്ല? 87A റീബേറ്റ് ഇല്ല. 18,000 അതിൻ്റെ കൂടെ 4% നിൽക്കുമ്പോൾ 720. സോ 18,720 വിൽ ബി ദ ആൻസർ. ഓക്കെ ദെൻ നെക്സ്റ്റ് സെനാരിയോയിൽ നോൺ റെസിഡൻ്റ് ആണ്. 4,80,000. സോ 2,50,000 വരെ എക്സംഷൻ. 2,50,000 മിച്ചമുള്ള 2,30,000ൻ്റെ at the rate 5% അല്ലേ?
സോ 2,30,000യുടെ 5% എത്ര വരും? 11,500. സോ ഇവിടെ 87A കിട്ടില്ല ബിക്കോസ് നോൺ റെസിഡൻറ്റ്. 11,500. എൻ്റെ കൂടെ എന്തുകൂടെ വരും? @4%, 460. ആൻസർ 11,960 will be the final answer. Okay, so very important. അതിനകത്ത് ബേസിക് കോൺസെപ്റ്റ് സെക്ഷൻ 112, സെക്ഷൻ 112A. ദെൻ റെസിഡൻ്റ് ആണെങ്കിൽ നമ്മുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് കുറയ്ക്കുന്നത്. അങ്ങനെ നല്ലൊരു പ്രോബ്ലം നമുക്ക് എക്സാമിന് ഇതേപോലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരാവുന്നതാണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, Mr. M purchased 100 equity shares of limited on 1/4/2005, rate 1,000 per share shares by company by paying security transaction tax. Company allotted bonus shares at the ratio 1:1 on 1/12/2018. He also received a dividend ₹10 per share on 1/5/2009. He also sold the shares on 1/10/2019 at the rate of 4,000 per share through a recognized stock exchange, unpaid brokerage 1% and security transaction tax of 0.02%. To celebrate 75th birthday, compute his total income tax liability under assessment year 2021, assuming that he is having no income other than the above. Fair market value of shares as on 31/1/2018 2,00,000. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. എന്താണ് ഈ 100 ഇക്വിറ്റി ഷെയർസ് എന്നാണ് 1/4/2005. അതിൽ 1,000 പെർ ഷെയർ, ഒരു ഷെയറിന് 1,000 പെർ ഷെയർ പർച്ചേസ് ചെയ്തു. STT പേ ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പെയ്ഡ്. കമ്പനി അലോട്ടഡ് ബോണസ് ഷെയർസ്. ഓക്കെ, 1/12/2018 ബോണസ് ഷെയർസ് ഇൻ ദ റേഷ്യോ. സോ ബോണസ് ഷെയർസ് എത്ര കിട്ടി? ബോണസ് ഷെയർസ് എത്രയാണ്? 100 ഷെയർസ് അല്ലേ? 100 ഷെയർസ് കിട്ടി ബോണസ് ഷെയർസ് ആയിട്ട്. 1:1 ആൻഡ് 100 ഷെയർസ് കിട്ടി ഓൺ 1/12/2018. Okay. So he also dividend on 10 per share on 1/5/2019 and sold the shares on 1/10/2019 at the rate of 4,000 per through a recognized stock exchange. Okay. So നമുക്ക് നോക്കാം. ഒറിജിനൽ ഷെയർസ് എന്ന പോലെയായിരുന്നു 1/4/2005 തൊട്ടാണ്. 1/4/2005 നമുക്ക് 1/12/2018 എന്ത് കിട്ടിയിരിക്കുന്നത്? ബോണസ് ഷെയർസ് കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് 200 ഷെയർസ് നമ്മൾ എന്ന് വിൽക്കുന്നുണ്ട്. 200 ഷെയർസ് സെയിൽ നടത്തുന്നത് 1/10/2019. ദാറ്റ് മീൻസ് ഒറിജിനൽ ഷെയർസ് മോർ ദാൻ 12 months ആണ്, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. ബട്ട് ബോണസ് ഷെയർസ് എന്താണ്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന്. ചാർജബിലിറ്റി നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ. സോ ഒറിജിനൽ ഷെയർസിന് ഒറിജിനൽ ഷെയർസ് എത്ര എണ്ണം ഉണ്ടായിരുന്നു? 100 ഷെയർസ് ഉണ്ടായിരുന്നു. സെയിൽ വാല്യൂ എത്രയായിരുന്നു? 100 × 4,000 അല്ലേ? കൺസിഡറേഷൻ നമുക്ക് വരുന്നത് 4 lakh. അതിനകത്ത് എന്ത് കൊടുത്തിട്ടുണ്ട്? ലെസ് ബ്രോക്കറേജ് അറ്റ് ദ റേറ്റ് 1%. ദാറ്റ് മീൻസ് ഒരു 4,000 രൂപ. ഓക്കെ, ഈ 4,000 നമുക്കിതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 3,96,000 ആണ് എന്ത്? നെറ്റ് സെയിൽ കൺസിഡറേഷൻ. നെറ്റ് സെയിൽ കൺസിഡറേഷൻ. സോ ഇതിൽ നിന്ന് ലെസ്. സോ ഇവിടെ ലോങ് ടേം ആയിട്ടെന്താണ്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. സോ നോക്കാം. സോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ കേസിൽ cost of acquisition of equity shares acquired before 1/2/2018, higher of cost of acquisition or lower of fair market value. Okay, so lower of fair market value. So നമ്മൾ cost of acquisition section 55 പഠിച്ചിട്ടുണ്ടായിരുന്നു. cost of acquisition of equity shares in the case acquired before 1/2/2018, then cost of acquisition will be higher of cost of acquisition or lower of fair market value or
full value consideration, whichever is lower. Okay. So ഈ ഒരു സെനാരിയോയിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് 1000 higher of 1000, then 2000, 4000 അത് lower 2000. So higher എത്ര വരും? 2000 വരും. So cost of acquisition 100 into 2000. Okay. So എത്ര വരും? 2 lakh. So ഇത് എന്താണ്? സെക്ഷൻ 112A പ്രകാരമുള്ള ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരും. സോ എത്ര ടു ആൻസർ? 1,96,000. ഇതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. സോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, സോ ഇവിടെ നമുക്ക് ടാക്സ് എബിലിറ്റി ചോദിക്കുവായിരുന്നെങ്കിൽ അപ് ടു 1 lakh വരില്ല. 1 lakhന് പുറത്തേക്കുള്ളതിന് എത്രയാണ്? 10%. ഓക്കെ. സോ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ. സോ നമുക്ക് എന്തോരും? 112A ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ, സോ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് കമ്പ്യൂട്ട് ദ ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ടോട്ടൽ ഇൻകം നമുക്ക് ആദ്യം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിച്ചു. ദെൻ ഇനി എന്താണ് ഉള്ളത്? ബോണസ് ഷെയർസ്. ഓക്കെ. ഇനി അടുത്തത് ഒറിജിനൽ ഷെയർസ് നമ്മൾ കണ്ടുപിടിച്ചു. ലോങ് ടേം ബോണസ് ഷെയർസിന് എന്താണ്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് വരുന്നത്. സോ സെയിൽ വരുന്നത് 100 into 4,000, 4 lakh less brokerage at the rate 1%. വരും 4,000. 3,96,000. Then cost of acquisition less cost of acquisition for bonus shares. ഓണർ ആഫ്റ്റർ 1/4/2001 ആണെന്നുണ്ടെങ്കിൽ നില്ലായിരിക്കും. സോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എത്ര വന്നു? 3,96,000. ഓക്കെ. സോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1,96,000. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 3,96,000. ഓക്കെ. ദെൻ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും, സോ ഇത് എന്താണ്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഇതാണ്. ഷെയർസ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്താൽ സെക്ഷൻ 111A പ്രകാരം, സെക്ഷൻ 111A പ്രകാരം സെക്ഷൻ 111A. സോ അയാൾ പറയുന്നുണ്ട് 75th ബർത്ത്ഡേ ആണ്. നമുക്ക് രണ്ടു കൂടെ ടോട്ടൽ എത്ര വരുന്നുണ്ട്? ടോട്ടൽ വരുന്നത് 5,92,000 ആണ് വരുന്നത്. 5,92,000. സെക്ഷൻ 111A പ്രകാരം അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് ആയിട്ടുള്ള, സോ 75 ഇയേഴ്സ് ആകുമ്പോൾ നമുക്ക് 3 lakh വരെ ഉണ്ട്. സോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 3,96,000 3 lakh പോയി കഴിഞ്ഞാൽ 3,96,000 മൈനസ് അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് കുറയ്ക്കാം. 3 lakh കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എത്രയാണ്? അതിൻ്റെ 15%. നമുക്ക് എത്ര കിട്ടും? 14,400. ഓക്കെ. ദെൻ നമുക്ക് സെക്ഷൻ 112A പ്രകാരം എന്താണ്? 1 lakh വരുന്നില്ല. നമുക്ക് എത്രയാണ്? 1,96,000. അതിൽ നിന്ന് എന്ത് ചെയ്യാം? 1 lakh ലെസ് ചെയ്യാം. അതിൻ്റെ എത്രയാണ്? 10%. എത്ര വരും? 960. ടോട്ടൽ 96ൻ്റെ 9,600. ടോട്ടൽ 24,000. ഇതിൻ്റെ കൂടെ എത്രയാണ്? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് ദ റേറ്റ് 4%. ഇത്ര വരും 960 വരും. ആഡ് ചെയ്യുമ്പോഴത്തേക്കും 24,960 വിൽ ബി ദ ടാക്സബിലിറ്റി. ഓക്കെ. സോ ഇവിടെ കണ്ടോ, ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സെക്ഷൻ 112A, സെക്ഷൻ 111A. ദെൻ 111Aക്ക് നമുക്ക് ബേസിക് അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉണ്ടോ? ഇവിടെ 75 ഇയേഴ്സ് ആയിട്ട് 2,50,000 അല്ല 3 lakh ആണ്. അത് കുറച്ചിട്ട് മിച്ചമുള്ളതിൻ്റെ 15%. ദെൻ 112A പ്ലസ് ദെൻ നമുക്ക് ആ സെക്ഷൻ 55 കോസ്റ്റ് ഓഫ് അക്വസിഷനകത്ത് ഷെയർസിൻ്റെ കേസിൽ ഹെൽഡ് ബിഫോർ ഷെയർസ് അക്വയർഡ് ബിഫോർ 1/2/2018 ആ കേസിൽ, സോ ഇക്വിറ്റി ഷെയർസിൻ്റെ കേസിൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ വിൽ ബി ഹയർ ഓഫ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഓർ ആൻഡ് ലോവർ ഓഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ഫുൾ വാല്യൂ കൺസിഡറേഷൻ വിച്ച് എവർ. അതിൽ ലോവർ ഹയർ ഓഫ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ വരുന്നതാണ് എന്തെടുക്കുന്നത്? കോസ്റ്റ് ഓഫ്
അക്വസിഷൻ ആയിട്ട് എടുക്കുന്നത്. ആ ഒരു സെക്ഷൻ 55 ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ദെൻ സെക്ഷൻ 111A, സെക്ഷൻ 112. Okay. Then next question. Convert his plot of land purchased at 80,000 stock in trade on 31st March 2019. The fair market value. So എന്ത് ചെയ്തു? ലാൻഡ്. സോ ക്യാപിറ്റൽ അസറ്റ് എന്ത് ചെയ്തു? സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കി 31st March 2019. ദാറ്റ് മീൻസ് പ്രീവിയസ് ഇയർ 18-19 ആണ്. 31st March വരെ. സോ അന്നത്തെ FMV എത്രയാണ്? 3 lakhs. പർച്ചേസ് ചെയ്തത് 80,000. ആൻഡ് ഓൺ ദ മന്ത് ജനുവരി 2000. സോ ഇത് സ്റ്റോക്ക് ഇൻ ട്രേഡ് സെയിൽ നടന്നു. ജാനുവരി 2020 സെയിൽ നടന്നു. എത്രയാണ് സെയിൽ നടത്തിയിരിക്കുന്നത്? 3,25,000. ഓക്കെ. സോ ദാറ്റ് മീൻസ് നമ്മളിത് പ്രീവിയസ് ഇയർ 19-20. സോ സെക്ഷൻ 45 സബ്സെക്ഷൻ 2 പ്രകാരം ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ സ്റ്റോക്ക് ഇൻ ട്രേഡ് പ്ലസ് എന്തോട് സംഭവിച്ചിരിക്കുന്നു? അത് സെയിൽ നടന്നിരിക്കുന്നു. ഓക്കെ. സോ ഏത് പ്രീവിയസ് ഇയറിലാണോ സെയിൽ നടന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അസസ്മെൻറ്റ് ഇയർ 2021 എന്താണ്? രണ്ടും ടാക്സ് ചെയ്യും. ഓക്കെ. സോ ക്യാപിറ്റൽ ഗെയിൻ എത്ര വരും? ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ജസ്റ്റ് എഴുതുകയാണ്. സോ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ ലെസ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ എത്രയായിരുന്നു? 80,000 ഇൻറ്റു 280 ഡിവൈഡഡ് ബൈ 109. റൈറ്റും 2,05,505. ഓക്കെ. സോ ക്യാപിറ്റൽ ഗെയിൻ എത്ര വന്നു? 94,495. ദെൻ ബിസിനസ് ഇൻകം. ഓക്കെ. PGBP എത്ര വരും? 3,25,000 നിന്ന് എത്ര ലെസ് ചെയ്യാം? 3 lakh ഫെയർ മാർക്കറ്റ് വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന 25,000. സോ ടാക്സബിൾ ടോട്ടൽ ഇൻകം എത്ര വരും? രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 1,19,495. 1,19,495. Then next one. Mr. H purchased a land at cost 35 lakhs financial year 2003-04 and held the same as her capital asset till 31st March 2000. He started real estate business 1st April 2011 and converted the said land into stock in trade and fair market value 2,10,000. She constructed 15 flats. Okay. So very important question. 15 flats equal size, equality and dimension. The cost of construction of each flat is 10 lakhs. Construction was completed in February 2020. She sold 10 flats at 30 lakhs per flat in each in March 2020. The remaining 5 flats were held in stock at 31st March 2020. The remaining fund, she invested rupees 50 lakhs in bonds issued by NHAI of India on 31st March 2000. Another 50 lakhs in bond Rural Electrification Limited in April 2020. Compute the amount of chargeable capital gain and business income. So very important. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒരു ലാൻഡ് ഉണ്ടായിരുന്നു. ലാൻഡ് പർച്ചേസ് ചെയ്ത ലാൻഡ് ഫിനാൻഷ്യൽ ഇയർ അസസ്മെൻറ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ 2003-04 35 ലക്ഷത്തിന് വാങ്ങിച്ച ലാൻഡായിരുന്നു. ഓക്കെ. ഇതെന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. സ്റ്റോക്ക് ഇൻ ട്രേഡായിട്ട് കൺവേർട്ട് ചെയ്തു എന്നായിരുന്നു. 31st March 2011. That means previous year അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ 10-11 കൺവേർട്ട് ചെയ്തു. കറസ്പോണ്ടിങ് അസസ്മെൻറ്റ് ചെയ്തതാണ് 11-12. ദെൻ അവിടെ എന്ത് സംഭവിച്ചു? ആ ഒരു ലാൻഡിൽ 15 ഫ്ലാറ്റ്സ് പണിഞ്ഞു. ഓക്കെ. അതിൽ 15 ഫ്ലാറ്റ്സ് പണിഞ്ഞു. അതിൽ എന്താണ്? 10 ഫ്ലാറ്റ്സ് സെയിൽ നടത്തി. ശ്രദ്ധിച്ചോണം. സോ ഈ ലാൻഡിലാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. 15 ഫ്ലാറ്റിൽ 10 ഫ്ലാറ്റ്. സോ റിമൈനിങ് 5 ഫ്ലാറ്റ്സ് എന്താണ്? സ്റ്റോക്ക് ഇൻ ട്രേഡാണ്. നമ്മൾക്ക് എപ്പോഴും നമുക്ക് പറയുന്നത് ഇത് സെക്ഷൻ 45 സബ്സെക്ഷൻ 2 ആണ്. കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ സ്റ്റോക്ക് ഇൻ ട്രേഡ്. ആക്ച്വലി സെയിൽ നടന്നതിൻ്റെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമ്മുടെ അസസ്മെൻറ്റ് ഇയർ അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഇയർ 2021 അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ
1920 പ്രീവിയസ് അസസ്മെൻറ്റ് ഇയർ 2021 10 ഫ്ലാറ്റ്സ് ആണ് സെയിൽ നടന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു പ്രപ്പോർഷനേറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. സോ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിരുന്നു 210 lakhs അല്ലേ, 210 lakhs. സോ നമുക്ക് നോക്കാം, ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാം ആദ്യം. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യുന്നത് നമ്മുടെ അസസ്മെൻറ്റ് ഇയർ 2021 ഇതാണ് കണ്ടുപിടിക്കുന്നത്. അസസ്മെൻറ്റ് ഇയർ 2021 ക്യാപിറ്റൽ ഗെയിൻ. സോ നമുക്ക് ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്, ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആയിട്ട് വരുന്നത്. സോ 21 lakhs ലെസ് അല്ലേ. സോ ഇൻഡെക്സ് ടു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 35 lakhs ഇൻറ്റു നമ്മുടെ എടുക്കുകയാണെങ്കിൽ 184 ഡിവൈഡഡ് ബൈ 109, 5908 to 57. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എത്ര വരുന്നുണ്ട്, 2 crore 21 lakhs ആണോ 210 lakhs ആണ്, 210 lakhs. ദാറ്റ് മീൻസ് 2 crore 10 lakhs ആണ്, 2 crore 10 lakhs. 2 crores 10 lakhs. സോ മിച്ചം എത്ര വരുന്നുണ്ട്, 1 crore 50 lakhs 91,743. ഓക്കെ, 743. സോ ഇതെന്താണ്, എൻറ്റയർ ഇതിനാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. എന്താണ് 45 സബ്സെക്ഷൻ 2 സ്റ്റോക്ക് ഇൻ ട്രേഡ്, നമ്മുടെ ആ ലാൻഡിൽ എന്താണ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കി മാറ്റില്ല, എന്താണ് ഫ്ലാറ്റ്. സോ ഫ്ലാറ്റ് കൂടെ ചേർത്താണ് നമ്മുടെ സ്റ്റോക്ക് ഇൻ ട്രേഡുള്ള ബിസിനസ് പ്രോപ്പർട്ടി. സോ 15 ഫ്ലാറ്റിനും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്. നമ്മൾ എത്ര ഫ്ലാറ്റേ വിറ്റിട്ടുള്ളൂ, 10 ഫ്ലാറ്റേ വിറ്റിട്ടുള്ളൂ. സോ proportionate capital gain will be 1 crore 50 lakhs 91,743 into 10 divided by 15. So calculator കണ്ടുപിടിക്കുക, 161,162. 1 crore 61,162 ആയിരിക്കും എന്ത് ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്. ഓക്കെ, സോ നമുക്കിതിനകത്ത് ക്യാപിറ്റൽ ഗെയിനകത്ത് പിന്നെ എന്ത് ചെയ്തു, എക്സംഷൻ അണ്ടർ സെക്ഷൻ 54EC 2 തവണ 50 lakh വെച്ച് ചെയ്തെന്ന് പറഞ്ഞു. ബട്ട് 54EC മാക്സിമം എത്ര പറ്റത്തുള്ളൂ, നമുക്ക് 50 lakhs വരെ പറ്റുള്ളൂ. സോ അത് കഴിച്ചിട്ട് നമ്മുടെ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ എത്ര വരും, 50 lakhs 61,162 വിൽ ബി ദ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, സോ ഇനി നമുക്ക് എന്തുകൂടെ കണ്ടുപിടിക്കണം, PGBP ഇൻകം കണ്ടുപിടിക്കണം അല്ലേ. സോ PGBP ഇൻകം കണ്ടുപിടിക്കാനായിട്ട് PGBP എത്രയാണ് സെയിൽ നടന്നിരിക്കുന്നത്, സെയിൽ പ്രൈസ് 10 വിറ്റു 30 ലക്ഷം വെച്ചിട്ട് 3 കോടി അല്ലേ. അതിൽ നിന്ന് ലെസ് ഫ്ലാറ്റ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഇതുണ്ടല്ലോ, കോസ്റ്റ് ഓഫ് ഫ്ലാറ്റ്സ്. കൺസ്ട്രക്ഷൻ എത്ര വന്നിട്ടുണ്ടായിരുന്നു, കൺസ്ട്രക്ഷൻ 10 ഇൻറ്റു 10 ഫ്ലാറ്റിന് 10 ലക്ഷം വെച്ചിട്ട് 1 കോടി. ദെൻ നമ്മൾ നോർമലി കുറയ്ക്കുന്ന എന്താണ്, ആ ഫെയർ മാർക്കറ്റ് വാല്യൂ അല്ലേ, 2 crores 10 lakhs ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 50. ഓക്കെ, സോ നമ്മൾ അത്രയും അതിൻ്റെ അല്ലേ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എടുത്തിരിക്കുന്നത്. സോ അതേപോലെ പ്രപ്പോർഷനേറ്റ് ഇവിടെയും കുറയ്ക്കുക, നമുക്ക് എത്ര കിട്ടും, PGBP ഇൻകം PGBP 60 lakhs. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്നത്തെ ആ ഒരു പ്രപ്പോർഷനേറ്റ് നോർമൽ സെനാൽ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തതെല്ലാം എന്തായിരുന്നു, ഡയറക്റ്റ് ആയിരുന്നു. ബട്ട് ലാൻഡ് കൊണ്ടുവന്നിട്ട് അവിടെ എന്താണ് 15 ഫ്ലാറ്റ്സ് കൺസ്ട്രക്ട് ചെയ്ത് ബാക്കി 5 ഫ്ലാറ്റിൻ്റെയോ നമുക്ക് ഈ പ്രീവിയസ് ഇയറിൽ കിട്ടില്ല. ബിക്കോസ് എന്നാണോ ആ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്ച്വലി സെയിൽ നടക്കുന്നത് ആ പ്രീവിയസ് ഇയറിൽ എന്ത് അട്രാക്ട് ചെയ്യത്തുള്ളൂ, ക്യാപിറ്റൽ ഗെയിൻ ചാർജബിൾ ടു ടാക്സ് ആകത്തുള്ളൂ. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ്. 45 സബ്സെക്ഷൻ 2 ദെൻ 54EC പറഞ്ഞിരിക്കുന്നു. 54EC 1 crore ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു, ബട്ട് റെസ്ട്രിക്റ്റഡ് ടു 50 lakhs. സോ അതിവിടെ എടുത്തു. ദെൻ PGBP ഇൻകം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വൺ. Mr. A, an individual carrying business, his stock and machinery were damaged and destroyed in fire accident. The value of stock damaged was 6,50,000. Certain portion of machinery could be salvaged.
the opening WDV of block was 1 for 2018 was 10,80,000. During the process of safeguarding machinery and firefighting, Mr. A lost his gold chain, diamond ring which had been purchased 2004 1,20,000 and the market value of two items on the date of accident 1,80,000. He received the following amounts of insurance: towards a loss of stock 4,80,000, towards damage of machinery 6 lakhs, towards gold chain and diamond ring 1 lakh. You are requested to briefly comment on the tax treatment of above 3 items. Okay. So tax treatment ആണ് പറയേണ്ടത്. സോ നമ്മുടെ ഇതെന്താണ്, ഫസ്റ്റ് എന്താണ്, ടുവാർഡ് സ്റ്റോക്ക്, ലോസ് ഓഫ് സ്റ്റോക്ക്. ഓക്കെ. സോ ആക്സിഡൻറ്റ് ആൻഡ് വാല്യൂ ഓഫ് സ്റ്റോക്ക്. ഓക്കെ. സ്റ്റോക്ക് ഇൻ ട്രേഡ് നമുക്കൊരിക്കലും എന്തല്ല, 2 subsection 14 പ്രകാരം ക്യാപിറ്റൽ അസറ്റ് അല്ല. സോ സ്റ്റോക്കിന് അഗെയിൻസ്റ്റ് ആയിട്ട് കിട്ടുന്നത് പക്ക എവിടെ ആയിരിക്കും നമുക്ക് വരുന്നത്, PGBPയിലായിരിക്കും വരുന്നത്. ടുവാർഡ്സ് ഡാമേജ് ഓഫ് മെഷീനറി. ഓക്കെ. സോ ഡാമേജ് ഓഫ് മെഷീനറി, certain portion of salvaged, certain portion of machinery were damaged, destroyed, fire accident. The value of stock total damage was 6 lakh. The certain portion of machinery salvaged, the opening WD of block of asset. Okay. So 6 lakh, 10 lakh. So 10,80,000 ആയിരുന്നു നമ്മുടെ WDV. ഓക്കെ. റിട്ടേൺ ഡൗൺ വാല്യൂ ഉള്ള അസറ്റ് ഡാമേജ് ആയിപ്പോയി. സോ ദ ഓപ്പണിംഗ് WDV മെഷീനറി ഡ്യൂറിങ് ദിയർ. സോ ഇൻഷുറൻസ് കമ്പനി കൊണ്ടുപോകുന്നതിനെ കുറിച്ചൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല, നമുക്കത് അസ്യൂം ചെയ്യാൻ ഇൻഷുറൻസ് കമ്പനി എടുത്തിട്ടുണ്ട്. സോ 10,80,000 WDV ഉള്ള അസറ്റ് കത്തിപ്പോയി. നമുക്ക് തിരിച്ച് എത്ര രൂപ കിട്ടി, 6 lakh കിട്ടി. ദാറ്റ് മീൻസ് നമുക്ക് എത്രയാണ്, ലോസ് ആണ്. സോ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ബിക്കോസ് സെക്ഷൻ 50 ഡിപ്രീഷിയബിൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത്. ദാറ്റ് മീൻസ് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടില്ല മെഷീനറി, സെർട്ടൻ പോർഷൻ ഓഫ് മെഷീനറി കുഡ് ബി സാൽവേജ്. ദ ഓപ്പണിംഗ് WDV എടുത്ത് പറഞ്ഞിരിക്കുന്നത് 10,80,000. സോ അത് ഇൻഷുറൻസ് കമ്പനി കൊണ്ടുപോയാൽ, ബാക്കി പ്രൊഫഷനെ കുറിച്ച് എടുത്ത് പറയാത്തതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി കൊണ്ടുപോയാൽ, സോ ഇൻഷുറൻസ് കമ്പനിയാണ് കൊണ്ടുപോകുന്നത് എന്ന് വിചാരിക്കുക. നമുക്ക് 6 lakh rupees ആണ് കിട്ടുന്നതെങ്കിൽ, സോ 4,80,000 എന്തായിട്ട് വരും, 4,80,000 ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആയിട്ട് വരും. ബിക്കോസ് ഡിപ്രീഷിയേഷൻ, ദാറ്റ് മീൻസ് എന്താണ്, എൻ്റെ WDV 10,80,000 ഉണ്ട്, അത് നമുക്ക് ക്വസ്റ്റനിൽ പറഞ്ഞില്ല, നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ഇൻഷുറൻസ് കമ്പനി അത് ടേക്ക് ഓവർ ചെയ്തിട്ട് 6 lakh rupees ആണ് കിട്ടിയിരിക്കുന്നത്. ദെൻ നമുക്ക് എത്രയാണ്, 10,80,000 ഉണ്ടായിരുന്ന അസറ്റ് ട്രാൻസ്ഫർ ചെയ്തപ്പോഴത്തേക്കും 6 ലക്ഷം. ദാറ്റ് മീൻസ് എന്താണ്, ഫയർ ആണ്. സെക്ഷൻ ഏതാണ്, സെക്ഷൻ 45(1)A വെച്ചിട്ട് സ്പെസിഫൈഡ് ആക്സിഡൻറ്റിന് ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയാൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ, ട്രാൻസ്ഫർ ആണ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ അട്രാക്ട് ചെയ്യും. ദെർഫോർ നമുക്ക് എന്താണ്, ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് പോലെ വരും. ദെൻ ഗോൾഡ് ചെയിൻ. ഓക്കെ. സോ ഗോൾഡ് ചെയിൻ എന്താണ്, 2 subsection 14 പ്രകാരം പേഴ്സണൽ എഫക്ട്സ് ഓഫ് മൂവബിൾ നേച്ചറിന് എക്സ്ക്ലൂഷൻ വരുന്നതാണ്. സോ ഗോൾഡ് ചെയിൻ എന്താണ്, ക്യാപിറ്റൽ അസറ്റ് ആണ്. സോ എന്താണ്, ഫയർ ഫൈറ്റിങ്ങിലാണ് പോയിരിക്കുന്നത്. സോ 1 lakh ഗോൾഡ് ചെയിൻ ഡയമണ്ട് റിങ്ങിന് എത്ര കിട്ടി, 1,80,000 കിട്ടി. സോ ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിട്ട് യാതൊരു ബന്ധമില്ല. അത് അക്വയർ ചെയ്തിരിക്കുന്നത് പർച്ചേസ് 2004 സോ 1,20,000. സോ 1,20,000 പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഇവിടെ എന്താണ്, ഈ 1,20,000 ഇൻഡെക്സേഷൻ എടുത്തിട്ട് ഇതിൽ നിന്ന് ഡിഫറൻസ് എടുത്താൽ നമുക്ക് എന്തിനകത്ത് വരും, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ പോലെ വരും. ഓക്കെ. സോ ബിക്കോസ് ഹെൽഡ് ഫോർ മോർ ദാൻ 2004 നമുക്ക് വന്നിരിക്കുന്നത് ആക്സിഡൻറ്റ് നടത്തിയിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് നമ്മുടെ കോമ്പൻസേഷൻ കിട്ടുന്നത് നമ്മുടെ ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആയിട്ട് എടുക്കും, 1,80,000. ഓക്കെ. സോ ഈ ക്വസ്റ്റിനകത്ത് ഇത് പറഞ്ഞിരിക്കുന്നത് 2018 ആണ്. നമ്മൾ ആ ഒരു പ്രീവിയസ് ഇയറിൽ തന്നെ ജസ്റ്റ് ഒരു അതായത് 1920 അസസ് പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ 2021 അസസ് ഈ പറയുന്ന ഒരു ടാക്സ് ഇംപ്ലിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. സോ 19 വന്നിരുന്നെങ്കിൽ ഒരു വർഷത്തെയും കൂടെ ഡിപ്രീസിയേഷൻ നമുക്ക് എടുക്കേണ്ടി വരുമായിരുന്നു. സോ ഇവിടെ ഏത് ഇയറിലാണ് എന്നാണ് ഫയർ ആക്സിഡൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവർ അറിയുന്നത്. സോ നമുക്ക് ഇതിനകത്ത് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, നമ്മുടെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് അറിയാവുന്നതാണ്. സോ സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ അത് BGBPയിലാണ് വരുന്നത്. സോ മെഷീനറി ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സെക്ഷൻ 50 അട്രാക്ട് ചെയ്തിട്ട് അതിനെക്കാട്ടിലും കുറവാണ് കിട്ടുന്നതെങ്കിൽ ദാറ്റ് മീൻസ് എൻ്റെ ഇവിടെയും അതിനകത്തും ക്ലിയർ ആയിട്ടല്ല ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ബിക്കോസ് അത് ഇൻഷുറൻസ് കമ്പനി ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടോയെന്ന് പറഞ്ഞിട്ടില്ല, സാൽവേജ് ചെയ്യാമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഇൻഷുറൻസ് കമ്പനി എടുത്താൽ അതെന്താണ്, ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് വരും. ദെൻ ഗോൾഡ് ചെയിൻ്റെ കേസിൽ 1,80,000 അവിടെയും എന്താണ് ഇൻഡെക്സേഷനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല. സോ ഗോൾഡ് ചെയിൻ നമുക്ക് എങ്ങനെ അറിയണം, സോ ഫയർ ഫൈറ്റിങ്ങിനിടയിലാണ്
എന്താണ് സ്പെസിഫൈഡ് ഡാമേജ് ഫയറിലാണ് നമ്മൾ ലോസ് ആയിരിക്കുന്നത്. ഗോൾഡ് ചെയിൻ ഈസ് എ 2 സബ്സെക്ഷൻ 14 എക്സ്ക്ലൂഷൻ ലിസ്റ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് നമുക്ക് എന്താണ് ക്യാപിറ്റൽ അസറ്റിൻ്റെ ഡെഫിനിഷനിൽ വരും. ദെൻ അതിന് അഗേൻസ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നതാണ് 45 സബ്സെക്ഷൻ 1 അട്രാക്ട് ചെയ്യും. സോ അതായത് പ്രൊവിഷൻസ് അറിയാമോ എന്ന് അറിയാൻ എന്നാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിനിൽ വരുന്ന പ്രോബ്ലംസ്. താങ്ക് യു.